പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂടി ഈ രാവിലെ സമയം ദൈവവചനം ചിന്തിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് അങ്കിൾ കുടുംബം, ഈ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ പ്രഭാതത്തിൽ ക്രിസ്തുവേശുവിൽ കൂടിയുള്ള വന്ദനമറിയിക്കുന്നു. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് പകൽക്കാലത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ അവിടെ രേഖപ്പെടുത്തുകയാണ്. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാവിലത്തെ ഈ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കണം. കേൾവിക്കാരെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവിക ആശ്വാസവും സന്തോഷവും ഈ വചനത്തിൽ കൂടെ ഞങ്ങളെ ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീണ്ടും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. സ്തോത്രം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 5-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ രത്നച്ചുരുക്കമെന്ന് പറയുന്നത് വഴി നടത്തിപ്പിനായുള്ള പ്രഭാത പ്രാർത്ഥനയാണ്. അപ്പോൾ രാവിലെ ഒരു ദൈവ പൈതൽ ദൈവമുഖത്തേക്ക് നോക്കി അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ജീവിതത്തിലെ ഇടപാടുകളിലേക്ക് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും രാവിലെയുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, പകൽ ഉള്ള ജീവിതത്തിലും ഏറ്റവും ധന്യകരവും ഏറ്റവും അനുഗ്രഹവുമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ അതിരാവിലെ അടുത്തു വരുന്ന ഒരനുഭവം ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരണം. അവിടെ പറയുന്നു: യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പകൽ എന്ന് പറയുന്നത് ഒരു രാത്രി കഴിഞ്ഞ് വരുന്ന അടുത്ത ഒരു ദിവസമാണ് പകൽ എന്ന് പറയുന്നത്. ആ രാത്രി എന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, ഇരുളിൻ്റെ അധികാരവും, ഇരുളിൽ എന്തെല്ലാം നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം, കൊള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം, ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങൾ ഇരുളിൻ്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന ഭീകരവും ഭയാനകവുമായ പ്രവർത്തികൾ, അതിനൊരു അവസാനം വരുന്നതാണ് പകലെന്ന് പറയുന്നത്. പിശാചിന് പ്രവർത്തിക്കുവാൻ, പിശാച് ആരാണ്? ഇരുളാണ്. അവൻ ഇരുട്ടിൽ പ്രവർത്തിക്കുന്നു. വെളിച്ചത്തിലേക്ക് വരും. വെളിച്ചമാരാണ്? ക്രിസ്തുവാണ് വെളിച്ചം. യേശു പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അപ്പോൾ പകലെന്ന് പറയുന്നത്, വെളിച്ചമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും കാണിക്കുകയാണ്.
ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ രാവിലെ യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? കേൾക്കണം. രാവിലെ ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന, അതാം നമ്മുടെ ആത്മീക ജീവിതത്തിലും ഒരനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീരും. രാവിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം എഴുന്നേറ്റ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് എന്തായിത്തീരും? ഒരനുഗ്രഹമായിത്തീരും. സ്തോത്രം. ആമേൻ. ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം രാത്രിയുടെ യാമത്തിൽ സന്ധ്യാസമയത്ത് ഒരു സന്ധ്യാ പ്രാർത്ഥനയും ആ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ ദൈവസന്നിധിയിൽ ആമേൻ നിദ്രയിൽ വിശ്രമിക്കുന്ന ഒരനുഭവങ്ങൾ, അതിനുശേഷം പ്രഭാതം കാണുവാൻ, പ്രഭാതം ദൈവം തരുമ്പോൾ ആ പ്രഭാതത്തിലിരുന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. കഴിഞ്ഞ രാത്രി കണ്ടവർ അനേകരെന്ത് ചെയ്തു? പകല് കാണാതെ ലോകത്ത് നിന്ന് എന്ത് ചെയ്തു? മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം നമുക്ക് ഒരു പകൽ കൂടെ എന്ത് ചെയ്തു? തന്നു. ആ പകലിൽ നമുക്ക് പ്രവേശിക്കുവാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ദൈവം നമുക്ക് തന്ന ആ ദാനത്തെ ഓർത്ത്, ആ അനുഭവത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ദാവീദ് പറയുന്നു, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ എന്ത് ചെയ്യുന്നു? നിനക്കായി ഒരുക്കി എന്ത് ചെയ്യുകയാണ്? കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഒരുക്കി ദൈവസന്നിധിയിൽ അവൻ്റെ ശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവപൈതൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും ആശ്വാസത്തിനും കാരണമായിത്തീരും. ആ ദൈവിക ശബ്ദം രാവിലെ കേട്ട് പുറപ്പെടുന്ന മറ്റുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കാനുള്ള ഒരു സമയമാണ് രാവിലെ എന്ന് പറയുന്നത്, പകലെന്ന് പറയുന്നത്. രാത്രിയുടെ നിശബ്ദതയിൽ നാം എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. വീണ്ടും ഒരു പകൽ നമ്മെ തേടിയെത്തുന്നു. പകലിൽ നാം പ്രവേശിക്കുന്നു. പകലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പലവിധമായ ശബ്ദങ്ങളും ശബ്ദ കോലാഹലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? കേൾക്കുവാനിടയായിത്തീരും. പലരും ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ, ലജ്ജിപ്പിക്കുന്ന വാക്കുകൾ, പഴിക്കുന്ന വാക്കുകൾ, അങ്ങനെ ഓരോരോ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? കേൾക്കേണ്ടതായിട്ട് വരും പകലിൽ. എന്നാൽ അതിനു മുൻപേ ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ആമേൻ ആലോചന കേൾക്കുവാൻ ആമേൻ എന്ത് ചെയ്യുകയാണ്? ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ്. ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം ആമേൻ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ദൈവശബ്ദം കേട്ട് ആമേൻ ആ പകൽ ആമേൻ ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ അതവൻ്റെ ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ രാവിലെ പ്രാർത്ഥിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരണം. പ്രാർത്ഥിച്ച ജീവിതം ആരംഭിക്കുവാൻ ഇടയായിത്തീരണം. അങ്ങനെ ജീവിതം ആരംഭിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ എൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? കേൾക്കണം. മൃഗജാതികളെ സംബന്ധിച്ചിടത്തോളം, പറവജാതികളെ സംബന്ധിച്ചിടത്തോളം അതത് എന്ത് ചെയ്യുക? അതിരാവിലെ എഴുന്നേറ്റ് ആമേൻ എന്ത് ചെയ്യുന്നു? ആമേൻ കരയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പാട്ടുകാരൻ പാടുന്നത് പോലെ തന്നെ മൃഗജാലങ്ങൾ എന്ത് ചെയ്യുന്നു? രാവിലെ കരയുകയാണ്. തൻ്റെ ദൈവത്തോട്, തന്നെ സൃഷ്ടിച്ച ദൈവത്തോട് എന്ത് ചെയ്യുന്നു? നിലവിളിക്കുകയാണ്. അപ്പോൾ സകലതും സകല മൃഗജാതികളും പറവജാതികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ശബ്ദകോലാഹലങ്ങളിൽ കൂടെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആ സൃഷ്ടാവിനെ ഓർക്കുകയാണ്. നമുക്കറിയാം, നാം രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് അത് കേൾക്കാൻ കഴിയും.
രാവിലെ ഞാൻ നിനക്കായി എന്ത് ചെയ്യുന്നു? ഒരുക്കി ആമേൻ കാത്തിരിക്കുകയാ. രാവിലെ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു സ്വഭാവം, രാവിലെ ഒരുക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന ഒരു സ്വഭാവം, രാവിലെ ഒരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. രാവിലെ ദൈവമുഖത്തേക്ക് നോക്കി ആമേൻ ഒരു പകൽ ആരംഭിക്കുന്ന ഒരു ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. മറ്റ് എവിടേക്കും നോക്കുന്നതിനേക്കാൾ മുൻപേ സ്തോത്രം, മറ്റിലാരിലെങ്കിലും ആശ്രയിക്കുന്നതിനേക്കാൾ മുമ്പേ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഓട്ടം ആരംഭിക്കുന്നതിന് മുൻപേ എന്ത് ചെയ്യുകയാണ്? ദൈവമുഖത്തേക്കൊന്ന് നോക്കുവാനിടയായി തീർന്നാൽ, ദൈവത്തിലൊന്ന് ആശ്രയിക്കുവാനിടയായി തീർന്നാൽ ദൈവികമായ വിടുതലും ദൈവികമായ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവേ, ഞാൻ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണം. രാവിലെ ഞാൻ നിനക്കായി എന്ത് ചെയ്യുന്നു? ഒരുക്കി എന്ത് ചെയ്യുക? കാത്തിരിക്കുകയാണ്. 88-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 88:13 വാക്യം. എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ആമേൻ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. അവിടെ കോരഹപുത്രന്മാർ പറയുകയാണ്, എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. രാവിലെ എന്ത് ചെയ്യുകയാണ്? തൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച അനന്തരമാണ് എന്ത് ചെയ്യുന്നത്? ആമേ സ്തോത്രം. ഇവിടെ ആമേ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. അപ്പോൾ പറയുന്നു, രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ ആ ഭക്തനായ വ്യക്തി എന്ത് ചെയ്യുന്നു? ശക്തമായ പ്രാർത്ഥന രാവിലെ എന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിൽ ആമേൻ കഴിക്കുകയാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അധികപരമാണെങ്കിലും രാവിലെ അവരുടേതായ ആ അനുഭവങ്ങളിൽ അവരും എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുവാനായി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണ് രാവിലെയുള്ള പ്രാർത്ഥനയില്ല, വൈകുന്നേരമുള്ള പ്രാർത്ഥനയില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് എന്ത് ചെയ്യുന്നു? വിശ്വാസഗോളം മാറ്റപ്പെട്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. രാവിലെ ദൈവസന്നിധിയിൽ ഒന്ന് എടുത്തു വരുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരകളിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. 63-ാമത്തെ സങ്കീർത്തനം ആമേൻ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 63-ന്റെ 6-ാമത്തെ വാക്യം, 5-6 വാക്യങ്ങൾ. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായു സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്, ആ പ്രഭാതത്തിലെ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ജീവിതത്തിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ എന്ത് ചെയ്യുന്നത്? ആമേൻ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ ആമേ തൃപ്തി വരുവാൻ ഇടയായിത്തീരുന്നത്. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ എന്ത് ചെയ്യുന്നു? സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ, രാത്രിയുടെ യാമങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ ആമേൻ എന്ത് ചെയ്യുകയാണ്? ഹല്ലേലൂയ തൻ്റെ പ്രാണന് ആമേൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെയുള്ള ഒരു തൃപ്തി ആമേൻ പ്രാപിക്കാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. അപ്പോൾ രാവിലെ പ്രാർത്ഥിക്കാത്ത, രാത്രി യാമങ്ങളിൽ പ്രാർത്ഥിക്കാത്ത ഒരുവൻ്റെ ഒരു പ്രഭാതം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കുന്ന അനുഭവമായിരിക്കും. വളരെ പ്രതികൂലം നിറഞ്ഞ ഒരു അനുഭവമായിരിക്കും. സന്തോഷമില്ലാത്ത അനുഭവമായിരിക്കും. സമാധാനമില്ലാത്ത ഒരനുഭവമായിരിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ രാവിലെ ഒന്ന് മുഴങ്കാലമടയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രവർത്തിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 24-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയിലേക്ക് അതിരാവിലെ ഓടിപ്പോകുന്ന ചില സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയും.
അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയിലെത്തി. നമുക്കറിയാം, ഈ സ്ത്രീകൾ എന്ത് ചെയ്യുകയാണ്? സുഗന്ധവർഗം ഒരുക്കി കർത്താവിൻ്റെ ശരീരത്തിൽ പുരട്ടുവാൻ വേണ്ടി എന്ത് ചെയ്യുക? ഓടുകയാണ്. എപ്പോഴാണ് ഓടുന്നത്? അവർ ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ടാണ് പോകുന്നത്. തന്നെത്താൻ ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഒന്നൊരുക്കുവാനിടയായി തീരണം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അതിരാവിലെയുള്ള പ്രാർത്ഥന നാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? ഒന്നൊരുക്കപ്പെട്ട് ആമേ സ്തോത്രം കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആമേ നമ്മുടെ ദിനചര്യകൾ ആരംഭിക്കുമ്പോൾ ദൈവം ആമേ നമുക്ക് ആമേ സമാധാനവും സന്തോഷവും എന്ത് ചെയ്യും? തരുവാനിടയായിത്തീരും. അവിടെ പറയുന്നു, അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. അതികാലത്തെ അവരെന്ത് ചെയ്തു? ആമേൻ യേശുവിൻ്റെ ആമേൻ ഡെഡ് ബോഡി കാണാനാണ് അവർ അതികാലത്തെ വന്നതെങ്കിലും അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി ദൈവം അവർക്ക് വേണ്ടി എന്തു ചെയ്തു? പ്രവർത്തിക്കുവാനിടയായി തോന്നുന്നു. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന ആമേൻ ആ വാക്യമോ അല്ലെങ്കിൽ ആ കാര്യമോ ഒന്നും അവരെന്ത് ചെയ്തില്ല? അവർ ഗ്രഹിച്ചില്ല, അവരത് ഓർത്തില്ല. അവരുടെ ജീവിതത്തിൽ അവരങ്ങനെ പ്രതീക്ഷിച്ചില്ല. അങ്ങനത്തെ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല, അവർ കേട്ടിട്ടില്ല, അവർ അനുഭവിച്ചിട്ടില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇതുവരെയും അങ്ങനെയൊന്നും ആ സ്ഥലത്ത് സംഭവിച്ചിട്ടില്ല. മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേൽക്കുന്നത് അവർ കണ്ടിട്ടില്ല, അവർ കേട്ടിട്ടില്ല, അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തില്ല? മനസ്സിലാക്കിയിട്ടുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആമേൻ യേശു പറഞ്ഞ വാക്ക് ആമേൻ വിശ്വസിക്കാതെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ അതിനെ ഗ്രഹിക്കാതെ അവരെന്ത് ചെയ്തു? അതികാലത്തെ തന്നെ ആമേൻ കല്ലറയിലെത്തി. ആമേൻ കല്ലറയിലെത്തിയത് സുഗന്ധവർഗവുമായിട്ടാണ്. സുഗന്ധവർഗം എന്തിനാണ്? ആമേൻ യേശുവിൻ്റെ ആമേൻ ഡെഡ് ബോഡിയിൽ ആമേൻ പുരട്ടുവാൻ വേണ്ടിയാണ് സുഗന്ധവർഗവുമായിട്ട് എന്ത് ചെയ്യുന്നത്? അവരെത്തുന്നത്. പക്ഷേ അവിടെ എന്ത് ചെയ്യുകയാണ്? ആമേ സ്തോത്രം കല്ലറയിലെത്തിയപ്പോൾ കല്ലറയിൽ നിന്ന് കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. സ്തോത്രം. അവർ യേശുവിൻ്റെ കല്ലറ കാണുവാനായിട്ട് ഓടി വന്നു. സ്തോത്രം. എന്നാൽ അതികാലത്തെ ഓടി വന്നു അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അവർക്ക് കാണുവാനിടയായി തോന്നുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിരാവിലെ ഒന്ന് മുഴങ്കാലം അടക്കുമ്പോൾ ആമേൻ ആ പകലിൽ നമുക്കൊരു ദൈവത്തിൻ്റെ വിടുതലും ദൈവത്തിൻ്റെ ആശ്വാസവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രാവിലെ ദൈവമുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ വിടുതലും ദൈവത്തിൻ്റെ ആശ്വാസവും നമുക്ക് ആമേൻ കാണുവാനായിട്ട് കഴിയും. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്തു കടന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം ആമേൻ കണ്ടില്ല. സ്തോത്രം. അവരെന്ത് ചെയ്തു? കല്ലറയ്ക്ക് അകത്തു കടന്നപ്പോൾ കർത്താവിൻ്റെ ശരീരം എന്ത് ചെയ്തില്ല? ആമേൻ കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ഉത്കണ്ഠകുലരായപ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു മുഖം കുനിച്ചു നിൽക്കുമ്പോൾ ആ പുരുഷന്മാർ അവരോട്, നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ഏറ്റവും അത്യത്ഭുതകരമായിരിക്കുന്ന, അതിശയകരമായിരിക്കുന്ന, സന്തോഷകരമായിരിക്കുന്ന, പ്രത്യാശകരമായിരിക്കുന്ന ഒരു വാർത്ത അവരുടെ കാതുകളിൽ എന്ത് ചെയ്തു? അതിരാവിലെ കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേ മുഴങ്കാലം അടക്കുമ്പോൾ അതിരാവിലെ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ആശ്വാസമായി, സന്തോഷമായി, പ്രത്യാശയായി ആമേ നമ്മുടെ കാതുകളിൽ കേൾക്കുവാനിടയായി തീരും. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതൻ എന്ത് ചെയ്തു? അവരോട്
ആമേൻ ഇടപെട്ടു. ദൈവത്തിന്റെ ദൂതൻ അവരോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ആമേ രാത്രിയുടെ യാമത്തിൽ, പ്രഭാതത്തിൽ ദൈവസന്നിധി മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവം നമ്മോട് ഇടപെടുവാനിടയായിത്തീരും. ദൈവം നമ്മോട് സംസാരിക്കുവാനിടയായിത്തീരും. ദൈവത്തിന്റെ ആലോചന കേൾക്കുവാനിടയായിത്തീരും. ദൈവത്തിന്റെ വിടുതൽ നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരും. ദൈവത്തിന്റെ കരുതൽ കാണുവാനിടയായിത്തീരും. ദൈവത്തിന്റെ അത്ഭുതം കാണുവാനിടയായിത്തീരും. മനസ്സിലാക്കാത്ത, കേൾക്കാത്ത അനുഭവങ്ങൾ, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, വിടുതൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? പ്രാപിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ വാർത്ത ആർക്കാണ് ആദ്യം കേൾക്കുവാൻ കഴിഞ്ഞത്? അതിരാവിലെ കർത്താവിന്റെ കല്ലറയ്ക്കലെത്തിയവർക്കാണ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ, നാം ചിന്തിക്കുന്നെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കുക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ കഴിയും. മറ്റാർക്കും കേൾക്കാൻ കഴിയാത്ത, മറ്റാരോടും പറയാത്ത സ്തോത്രം കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ അടുത്തു വരുന്നവരോട് ദൈവം സംസാരിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സഹോദരിമാരുടെ ജീവിതത്തിൽ സ്തോത്രം, എത്ര ആനന്ദകരമായിരിക്കുന്ന അനുഭവമാണ് അവർക്ക് ലഭ്യമായത്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ലഭിച്ചത്? അവർ ദൈവസന്നിധിയിൽ സ്തോത്രം, ഹല്ലേലൂയ, കടന്നു വന്നു. യേശുവിന്റെ കല്ലറയ്ക്കൽ കടന്നു വന്നതുകൊണ്ട് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്ന് സുവിശേഷകന്മാർ എഴുതുകയാണ്. സ്തോത്രം, അവിടെ എഴുതുന്നു, മുമ്പേ ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്തു. അപ്പോഴാണ് എന്ത് ചെയ്തത്? അവന്റെ വാക്ക് ഓർത്തത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ദൈവദൂതൻ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്തത്? അവരുടെ ജീവിതത്തിൽ ഓർക്കുവാനിടയായി തീർന്നത്. നാം മറന്നുപോകുന്ന കാര്യങ്ങൾ, നമ്മോട് ദൈവം മുൻപേ സംസാരിച്ച കാര്യങ്ങൾ, സ്തോത്രം, ഒരുപക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ നാം എന്ത് ചെയ്യും? മറന്നുപോകുന്നവരാണ്. സ്തോത്രം. എന്നാൽ ആ മറന്നു പോകുന്ന കാര്യങ്ങൾ അതൊരു പ്രവചനമായിരിക്കാം, അതൊരു ദൈവിക വിടുതലിന്റെ ആലോചനയായിരിക്കാം, അത് ദൈവിക വിടുതലിന്റെ ദൂതായിരിക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? അത് മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം ഓർമ്മിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സന്നിധിയിൽ അധികാലത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കണം. അപ്പോൾ നാം മറന്നുപോയ കാര്യങ്ങൾ, നമ്മോടുള്ള ദൂതുകൾ, നമ്മോടുള്ള ആലോചനകൾ ദൈവം എന്ത് ചെയ്യും? വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുവാനിടയായിത്തീരും. വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ സ്തോത്രം, നമുക്ക് പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവിക ഹല്ലേലൂയ സ്വരം, ദൈവത്തിന്റെ ശബ്ദം വീണ്ടും നമുക്ക് ദൈവസനെ സമർപ്പിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും കഴിയും. ഇവിടെ എന്ത് ചെയ്യുകയാണ്? അവൻ അതിരാവിലെ കല്ലറയ്ക്കലെത്തിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായി കണ്ടു. മുമ്പേ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അന്നേരം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവം അവരോട് എന്ത് ചെയ്തു? പറഞ്ഞു. സ്തോത്രം, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്തു. അപ്പോഴാണ് എന്ത് ചെയ്തത്? അവർ ഓർത്തത്, അയ്യോ, കർത്താവ് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. സ്തോത്രം. ഇതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുവാനിടയുണ്ട്. ദൈവം നമ്മോട് പറഞ്ഞ പല കാര്യങ്ങളും നാം എന്ത് ചെയ്തിരിക്കുന്നു? മറന്നുപോയിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലം അടക്കുമ്പോൾ ദൈവം നമ്മോട് മുന്നമേ അരുളി ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മോട് വെളിപ്പെടുത്തുവാനിടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 പേരോട് മറ്റെല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. ചില സഹോദരിമാരാണ് എന്ത് ചെയ്തത്? അധികാലത്തെ കർത്താവിന്റെ
ആമേൻ സ്തോത്രം കല്ലറയ്ക്കൽ എത്തിയത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നും ആമേ കർത്താവിൻ്റെ സന്ദേശം, ഉയർപ്പിൻ്റെ സന്ദേശം മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞത് ആരാണ്? സഹോദരിമാരാണ്. സ്തോത്രം, സഹോദരിമാരാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പത്രോസിനോടും മറ്റു ശിഷ്യന്മാരോടും പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ കാലത്തും സഹോദരിമാർക്ക് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എന്തുണ്ട്? ഒരു പ്രാധാന്യതയുണ്ട്. മറ്റുള്ളവർക്ക്, പുരുഷന്മാർക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ സഹോദരിമാർക്ക് ചെന്ന് എന്ത് ചെയ്യാൻ കഴിയും? സുവിശേഷം പറയാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ചില സമയത്ത് ഞങ്ങൾ സുവിശേഷ പ്രവർത്തനവുമായി പോകുമ്പോൾ സുവിശേഷ വിരോധികൾ തടസ്സം ചെയ്യാറുണ്ട്. ഞങ്ങളോട് കഴിഞ്ഞ ദിവസം ഒരു മദ്യപാനിയായിരിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, നിങ്ങൾ ഈ സഹോദരിമാരുള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന്. സഹോദരിമാരില്ലായിരുന്നുവെങ്കിൽ, സഹോദരന്മാർ തന്നെയായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ? ഞങ്ങളെ ഉപദ്രവിച്ചേനെ. അവർ തന്നെ പറയുകയാണ്, നിങ്ങൾ സഹോദരിമാരുള്ളത് കൊണ്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന്. സ്തോത്രം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെയായി എന്ത് ചെയ്യുന്നു? സഹോദരിമാർ എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെയും എന്ത് ചെയ്യുക? സഹോദരിമാർ എന്ത് ചെയ്തു? കർത്താവിൻ്റെ കല്ലറയ്ക്കൽ അതിരാവിലെ എത്തി. സഹോദരിമാർക്ക് മാത്രമുള്ളതല്ല അതിരാവിലെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം, സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാവർക്കുമുള്ളതാണ് അതിരാവിലെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ സ്തോത്രം, സങ്കീർത്തനം 5-ാം അധ്യായം അതിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, സ്തോത്രം, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ ഒന്ന് കാത്തിരിക്കുവാൻ, ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. ദൈവം നമ്മോട് ഇടപെടുവാൻ, ദൈവം നമ്മോട് സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ മുഖത്തെ ഒന്ന് അന്വേഷിക്കുവാൻ ഈ രാവിലെയുള്ള സമയം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ ഇതുവരെയും ശ്രദ്ധിച്ച എല്ലാ ശ്രോതാക്കളെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ പ്രഭാതത്തിൽ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ചില മിനിറ്റുകൾ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ സ്വർഗവിടയാക്കിയല്ലോ കർത്താവെ. അതിരാവിലെ തിരുസന്നിധിയിലേക്ക് ഒരുക്കി കാത്തിരിക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അത് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾക്കും വിടുതലുകൾക്കുമായി സ്തോത്രം. ഈ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. സ്തോത്രം.